ആഡംബര ജീവിതവും ധൂർത്തും പതിവാക്കിയിരുന്ന അരുൺ ആനന്ദിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന 7 വയസ്സുകാരന്റെ അമ്മയുടെ വെളിപ്പെടുത്തൽ. ഹൃദയാഘാതത്താൽ മരിച്ച ആദ്യ ഭർത്താവ് ബിജുവിന്റെ വീട്ടുകാർ തിരുവനന്തപുരം മുട്ടടയിലെ ബാങ്കിൽ കുട്ടികളുടെ പേരിൽ നിക്ഷേപിച്ച 6.5 ലക്ഷം രൂപ ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ചതായാണ് കുട്ടികളുടെ അമ്മ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇളയ കുട്ടിയുടെ പേരിലുള്ള 3.25 ലക്ഷം രൂപ അരുണിന്റെ ഭീഷണിയെ തുടർന്ന് പിൻവലിച്ചു. മൂത്ത കുട്ടിയുടെ പേരിലുള്ള തുക പിൻവലിക്കാനും ഇയാൾ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും യുവതി പറയുന്നു. ഇതിനിടെ യുവതിക്ക് അടുത്ത സുഹൃത്ത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്തിരുന്നു. ഇതിനെ അരുൺ ആനന്ദ് ആദ്യം എതിർത്തില്ലെങ്കിലും പിന്നീട് ഇവരുടെ ബിടെക് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ കാണാതായി. ബിജുവിന്റെ മരണ സർട്ടിഫിക്കറ്റ്, യുവതിയുടെ SSLC, ബിടെക്, വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റുകൾ എന്നിവയെല്ലാം ഫയലിലാക്കി കവറിലാണ് വെച്ചിരുന്നത്. ഈ ഫയലാണ് കാണാതായതെന്നും ഇതിന് പിന്നിൽ അരുണാണെന്നും യുവതി പറഞ്ഞു. സ്വന്തം അമ്മയെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയാണ് അമ്മയുടെ പേരിലുള്ള ഫ്ളാറ്റ് അരുൺ ആനന്ദ് സ്വന്തം പേരിൽ എഴുതി വാങ്ങിയതെന്നും യുവതി പറയുന്നു. തിരുവനന്തപുരത്ത് ബാങ്ക് ജോലി ഉപേക്ഷിച്ച ശേഷം റിയൽ എസ്റ്റേറ്റ് കച്ചവടം, വേളിക്കായലിൽ നിന്നുള്ള മണൽ മറച്ചു വിൽപ്പന എന്നിവയാണ് അരുൺ ആനന്ദ് നടത്തിയിരുന്നത്. ബിയർ കുപ്പി കൊണ്ട് തലക്കിടിച്ച് സുഹൃത്തിനെ കൊന്ന കേസിൽ 35 ദിവസത്തോളം സെൻട്രൽ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കെ വാർത്ത.